Hello friends, once again welcome back to EduTutor. MEG 1-ൽ ബ്രിട്ടീഷ് പോയറ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 പാർട്ട് 3 ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. Analysis of Keats' poem. On first looking into Chapman's Homer, John Keats was a romantic poet who deeply loved literature. In 1816, he read Homer's epics in the translation by George Chapman, and this experience inspired him to write the sonnet on first looking into Chapman's Homer. The poem is a Petrarchan sonnet divided into two parts. Octave, first 8 lines. Keats describes his wide reading of Western literature, calling it realms of gold. He says he had heard much about Homer, but had never truly known him until reading Chapman's translation. ഇവിടെ കീറ്റ്സ് പോയം അല്ലെങ്കിൽ കീറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കീറ്റ്സ് എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് പോയിറ്റാണ്. അദ്ദേഹം ലിറ്ററേച്ചറിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. 1816 ജോൺ കീറ്റ്സ് ഹോമേഴ്സ് എപ്പിക്സ് എന്ന് പറയുന്ന ജോർജ് ചാപ്മാൻ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളൊരു വർക്ക് വായിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു വായിച്ചതിലൂടെ കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്, അതാണ് അദ്ദേഹത്തിന് പിന്നെ സോനറ്റ് എഴുതാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ നൽകിയത്. അത് ഓൺ ഫസ്റ്റ് ലുക്കിംഗ് ഇൻ ചാപ്മാൻസ് ഹോമർ എന്ന് പറയുന്ന ഒരു ഒരു സോനറ്റാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം ഒരു പെട്രാർക്കൻ സോനറ്റാണ് എഴുതിയത്. അതിൽ ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. ഒക്ടേവ് 8 ലൈൻസ് ആണുള്ളത്. കീറ്റ്സ് ഡിസ്ക്രൈബ്സ് ഹിസ് വൈഡ് റീഡിങ് ഓഫ് വെസ്റ്റേൺ ലിറ്ററേച്ചർ. അപ്പോൾ അദ്ദേഹം ഈ ഒരു വർക്കിനെ റിയാംസ് ഓഫ് ഗോൾഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഹോമറിനെ കുറിച്ചിട്ട് അദ്ദേഹം ധാരാളം കേട്ടിട്ടുണ്ട്. അതുപോലെ ഹോമേഴ്സ് എപ്പിക്സ് അദ്ദേഹം വായിച്ചതിനേക്കാൾ അധികമായിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ, ചാപ്മാൻസ് ട്രാൻസ്ലേഷൻ വായിച്ചതിന് ശേഷമാണ് ഹോമറിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സെസ്റ്റസ്റ്റ്, ലാസ്റ്റ് 6 lines. Keats expresses his excitement and wonder through 2 images: an astronomer discovering a new planet, an explorer seeing a new land for the first time. These images show his deep joy and amazement. The poem uses iambic pentameter, but Keats changes the rhythm at certain places to express emotion and excitement. These rhythmic variations make the feelings stronger and more effective. കീറ്റ്സിൻ്റെ വർക്കിൽ 2 ഇമേജസ് കാണാനായിട്ട് സാധിക്കും. അതാണ് ഒന്ന്, അസ്ട്രോണോമർ, അദ്ദേഹം ഒരു ന്യൂ പ്ലാനറ്റ് കണ്ടുപിടിച്ചതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. സെക്കൻഡ്, ഒരു എക്സ്പ്ലോറർ, അദ്ദേഹം ഒരു പുതിയ ലാൻഡ് ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചതിൻ്റെ മറ്റൊരു എക്സൈറ്റ്മെൻറ്റ്. ഈ 2 ഇമേജസിലും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജോയ്, അതുപോലെ വളരെയധികം സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെൻറ്റും, ഈ 2 ഫീലിങ്സാണ് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പോയത്തിൽ ധാരാളം അയാംബിക് പെൻറ്റാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കീറ്റ്സ് അദ്ദേഹം റിതം പല സ്ഥലങ്ങളിലായിട്ടും ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡേഴ്സിന് ഒരു ഇമോഷനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടും അതുപോലെ വായനക്കാർക്ക് ഒരു ആ സ്ട്രോങ് ഫീലിംഗ് ലഭിക്കാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു എന്താ പറയുക, ആ പോയത്തിലോടൊന്ന് സിങ്ക് ആവാൻ വേണ്ടി മാത്രമാണ് ആ ഒരു മെത്തേഡ്സ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. Keats uses rich imagery, rhythm, and sound effects to convey his intense emotional experiences. The poem shows his love for beauty, imagination, and discovery. Conclusion. This poem beautifully records Keats' personal joy on discovering Homer's greatness. It shows how poetic form, rhythm, and imagery combine to express deep feeling. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി മനസ്സിലായി കീറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജറീസ്, റിതം, സൗണ്ട്, ഇതൊക്കെ എന്താണ് ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് റീഡേഴ്സിൽ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള കുറേ ഇമാജിനേഷൻസും അതുപോലെ
അദ്ദേഹത്തിൻ്റെ ഈ ഡിസ്കവറി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആസ് എ കൺക്ലൂഷൻ ഈ ഒരു പോയം എന്ന് പറയുന്നത് കീറ്റ്സിൻ്റെ ഒരു പേഴ്സണൽ ജോയ് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള റിതം, ഇമേജറി ഇതിനൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും റീഡേഴ്സിൽ ഒരു എന്താ പറയുക, ആ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ബ്ലോക്ക് 1-ൽ യൂണിറ്റ് 2 എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷനാണ്, അത്യാവശ്യം പഠിക്കാനുണ്ട് ഇതിൽ. അപ്പോൾ നമുക്കൊന്ന് ലെറ്റസ് സമ്മപ്പ് ചെയ്യാം. ഈ കംപ്ലീറ്റ് യൂണിറ്റ് നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. ദിസ് യൂണിറ്റ് കംപ്ലീറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് MA English and the course on British poetry. It explains how to understand and appreciate poetry and works of art. The course began by analyzing portraits because visual art is easy to understand and create immediate interest. Literature, especially poetry, is usually enjoyed privately, so learning how to appreciate it requires careful reading and thinking. Students are encouraged to develop skill in critical appreciation. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ കാണാത്തവരത് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിനെ ഈ ഒരു ഒരു പോയം വായിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. In this unit, students studied the nature of literature and poetry, the prosodic elements like meter, rhyme, and rhythm. How to analyze and appreciate a poem. The unit explains that rhythm reflects cultural and emotional changes in society. Students are expected to understand the poet, the historical background, and the poem while analyzing poetry. അപ്പോൾ നമ്മൾ ധാരാളം മെറ്റേഴ്സ് കണ്ടു, റൈംസ്, റിതംസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. കുറേ അധികം എക്സാമ്പിൾസുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായി രണ്ടാമത്തെ പാർട്ടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു പോയിറ്റിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഒരു പോയം നമുക്ക് വൃത്തിയിൽ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി അല്ലേ. The course does not explain all literary terms and figures of speech, so students are advised to use dictionaries and references books to improve their knowledge. Several useful books and encyclopedias are recommended for further reading. Students are also encouraged to read critical essays and literary theory to deepen their understanding of poetry and criticism. Conclusion: this unit prepares students to read, understand, and critically appreciate poetry by combining knowledge, observation, and personal response. അവസാനമായി ഈ ചാപ്റ്റർ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഈ തന്നിരിക്കുന്ന ബുക്കിൽ എല്ലാ എക്സാമ്പിൾസുകളോ അല്ലെങ്കിൽ എല്ലാ ലിറ്റററി ടേംസുകളോ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വർക്ക്സുകളും നിങ്ങൾക്ക് എസ്പെഷ്യലി എക്സാമിനൊക്കെ പോകുമ്പോൾ എൻസൈക്ലോപീഡിയെന്നോ അല്ലെങ്കിൽ ഡിക്ഷണറീസിന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് മുഖേന നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളോട് ചാപ്റ്റർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ഇതിലുള്ള എക്സാമ്പിൾസ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ നമുക്ക് നൽകുന്നത്. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റ് മനസ്സിലായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് കുറേ അധികം എക്സസൈസുകളാണ് വരുന്നത് നമുക്ക് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ചാപ്റ്ററിൽ തന്നെ ബുക്കിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും വരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ വിൽ മീറ്റ് യു വിത്ത് നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കണം. ഓക്കെ, സോ താങ്ക് യു.